മുംബൈയിലാണെങ്കിൽ എൽസമ്മയെ ഓടിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ റീത്തമ്മ എന്ത് ചെയ്യുന്നുണ്ട്, എൽസമ്മയെ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. റീത്തമ്മ പോകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആരും കേൾക്കരുത്, മക്കൾ വരെ, അതായത് എൽസമ്മയുടെ മക്കൾ വരെ കേൾക്കരുത് താൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റീത്തമ്മ എൽസമ്മയെ ധ്യാന കേന്ദ്രത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്ന് കാണാൻ കഴിയും. കാരണം എൽസമ്മ ആണല്ലോ ഇപ്പോൾ സ്റ്റാലിനെതിരെ പൊരുതാനായിട്ട് റീത്തയുടെ കയ്യിലുള്ള ഏക ആയുധം. എൽസമ്മ എങ്ങാനും കിരീടം താഴെ വെച്ച് കഴിഞ്ഞാൽ, ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ റീത്തയ്ക്ക് അത് വെച്ച് പൊരുതാനോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി എരിപിരി കയറ്റി കൊടുക്കുക എന്നതാണ് ലക്ഷ്യം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് റീത്ത പോകുന്നതുമെന്ന് കാണാൻ കഴിയും. സത്യം പറഞ്ഞാൽ എൽസമ്മ റീത്തയുടെ കൂടെ കൂടുമ്പോൾ മാത്രമാണ് ചീത്തയാകുന്നത് എന്ന് കാണാം. റീത്തയുടെ കൂടെ നിൽക്കുകയാണ്, തെറ്റ് ചെയ്താലും ശരി ചെയ്താലും റീത്തയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രകൃതമാണ് എൽസമ്മയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക, സാധിക്കുക. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എൽസമ്മ എന്ന ക്യാരക്ടറിനെ റിവീൽ ചെയ്യുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അത് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് നാളത്തെ എപ്പിസോഡിലായിരിക്കും എന്തായാലും എൽസമ്മയെ കാണിക്കുക എന്ന് കാണാം. കാരണം ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ വല്യപ്പച്ചൻ സ്റ്റാലിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് അപ്പൻ സ്റ്റാലിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ അലീന മോളെ തീർച്ചയായും പരിഗണിച്ചേ പറ്റുകയുള്ളൂ, അവളുടെ ആഗ്രഹങ്ങൾ പരിഗണിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഞാനും അവളുടെ കൂടെ നിനക്കെതിരെ സമരം ചെയ്യാൻ പോവുകയാണ്, സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അതൊരു കളിതമാശയായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ കളി കാര്യമാകുന്നൊരു കാഴ്ച, അതായത് നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ സ്റ്റാലിന് നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനിത് ചുമ്മാ പറഞ്ഞതാണെന്ന് വിചാരിച്ചോ ലാലിച്ച? ഞാൻ ചുമ്മാ അതൊന്നും പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. നീയേ എന്തായാലും എൻ്റെ ചിന്നമ്മയുടെ മുൻപിൽ മുട്ടുമടക്കിയേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പൊരിക്കും, നിന്നെ ഞാൻ പൊളിക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മറുവശത്ത് ബാലചന്ദ്രനും വൈശയും കൃഷ്ണമോളും തമ്മിലുള്ള സംഭാഷണമാണ് കാണാനായിട്ട് കഴിയുക. അങ്ങനെ ബാലചന്ദ്രൻ മദ്യപിച്ചെത്തിയതിനു ശേഷം തൻ്റെ മനസ്സിലുള്ള പരമാവധി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണമോളാണെങ്കിൽ അത് തടയാൻ ശ്രമിക്കുകയാണ്. കാരണം വലിയൊരു പൊട്ടിത്തെറി ഇല്ലാതെയാക്കാൻ വേണ്ടി, ഉണ്ടാകാതിരിക്കാൻ. ഇപ്പോഴാണെങ്കിൽ കടപ്പാട്ടൂർ വീട്ടിൽ പരസ്പരം വലിയ മിണ്ടലോ ചർച്ചയോ ഒന്നുമില്ലെങ്കിലും വൈജയന്തിയും കൂടാതെ തന്നെയാണെങ്കിൽ ബാലചന്ദ്രനായ തൻ്റെ അച്ഛനും തമ്മിൽ ഉത്തരവും മുട്ടുന്ന ചർച്ചകൾ, ചോദ്യം, വലിയ പൊട്ടിത്തെറികൾ തുടങ്ങിയവ ആവാതിരിക്കാനാണ് കൃഷ്ണമോൾ തടയിടുന്നത് എന്ന് കാണാം. ഇപ്പോഴവർക്ക് ഒരു ചെറിയ മനസ്സമാധാനമുണ്ട്. അത് കാട്ടിക്കളയാനായിട്ട് അവർ ഒരുക്കമല്ല എന്ന് കാണാം. നമ്മുടെ സ്റ്റാലിനെ കൃഷ്ണമോളാണെങ്കിൽ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ വായോ, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഇപ്പോഴൊരു വരയ്ക്കിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അച്ഛന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരാനായിട്ട് പറയുമ്പോൾ ബാലചന്ദ്രൻ തൻ്റെ മോളെ ഓർത്ത് മാത്രം നിൻ്റെ മുൻപിൽ നിന്നും ഞാൻ പോവുകയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ വൈജയന്തിയാണെങ്കിൽ ചാടിക്കേറി ബാലചന്ദ്രൻ്റെ ചെവി കടിക്കാനായിട്ട് ചെല്ലുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മെക്കെട്ട് കയറാനായിട്ട് ഞാൻ ആർക്കും അധികാരമോ അവകാശമോ ഒന്നും കൊടുത്തിട്ടില്ല. നീയേ നിൻ്റെ പാട് നോക്കിയപ്പോൾ വൈജയ്, അല്ലെങ്കിൽ കൃഷ്ണമോള് പറഞ്ഞതൊക്കെ ഞാൻ മറന്ന് നിനക്കുള്ളത് ഇപ്പോൾ തന്നെ തരുമെന്ന് പറയുന്നു. എൻ്റെ കൈയും നാവും ഒക്കെ ചൊറിഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്.
തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണ അച്ഛനോട് സംസാരിക്കുന്നതാണ്. പിന്നെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ റീത്തയും കൂടാതെ എൽസമ്മയും നല്ലൊരു ചർച്ച ചെയ്യുകയാണ്. എൽസമ്മ ചേച്ചി, എന്താണ് ചേച്ചിയുടെ പദ്ധതി? ചേച്ചി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് റീത്ത ചോദിക്കുന്നു. എൻ്റെ പൊന്നെൽസമ്മേ, നീയൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ആ പെൺകുട്ടിക്ക് അവിടെ സർവ്വ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ടെന്നേ. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ആ വീട് നോക്കുന്നത് പോലും. അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ആ പെണ്ണ് ഒരു കൊട്ടാരത്തിലെന്ന പോലെയാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു. സ്റ്റാലിൻ അവളെ ഒരു രാജകുമാരിയെ പോലെ, ഒരു സ്വർണം പോലെ, ഒരു നിധി പോലെയാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നു. എന്നെങ്കിലും നിൻ്റെ മക്കളെ അവൻ ഇങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ നിനക്കിതിലെ ചതി മനസ്സിലാകുന്നില്ലേ? അതായത് പയ്യെ നിന്നെ ഒഴിവാക്കിക്കൊണ്ട് അവൻ്റെ പഴയ കാമുകിയുമായിട്ട് ബന്ധം കൂടാനാണ് നോക്കുന്നത്. നീ എങ്ങനെയെങ്കിലും ആ കാര്യം തിരിച്ചറിയണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിന്നോട് പറയുന്നത്. നീ ആദ്യം ഒന്നില്ലെങ്കിൽ അവനോട് ആ പെണ്ണിനെ, അവൻ്റെ മകളാണെന്ന് പറയുന്ന ആ പെൺകൊച്ചിനെ പുറത്താക്കാനായിട്ട് പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ നേടിയെടുത്ത് അവൻ്റെ ജീവിതത്തോട് നിങ്ങൾ ഗുഡ് ബൈ പറയണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ചേച്ചി പറയുന്നത് വേദവാക്യമായി എടുക്കുന്ന എൽസമ്മയാണെങ്കിൽ നേരെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് റീത്തയ്ക്ക് അറിയാമെങ്കിലും ഒന്ന് ചൂട് പിടിപ്പിക്കാൻ, സംഗതികളൊക്കെ ഒന്ന് വഷളാവാൻ അതുതന്നെയാണ് നല്ലതെന്ന് പറയുന്നു. ചിന്തിച്ച് വെക്കുന്നു. ഇവിടെയാണെങ്കിലോ അലീനയ്ക്ക് അധികാരം ആ സമരത്തോടു കൂടി കൊടുത്തിരിക്കുകയാണ്. സ്റ്റാലിനാണെങ്കിൽ പുറത്തേക്ക് പോയിരിക്കുകയുമാണ്. അങ്ങനെ അലീനയെ കണ്ടതും അവിടെ വലിയൊരു പൊട്ടിത്തെറി റീത്താമ്മയെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം എൽസമ്മ നല്ല ഭക്തിയോട്, അതായത് നല്ലൊരു പെരുമാറ്റമാണ് കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാകുന്ന നമ്മുടെ അലീനയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി ഈ വല്യപ്പച്ചൻ പറഞ്ഞ പോലെ റീത്ത തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് റീത്തയുടെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട്, അഹങ്കാരത്തിനുള്ള മരുന്നായിട്ട് അലീന ഇറങ്ങുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അഹങ്കാരിയായ റീത്തയെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അലീന. സബ്സ്ക്രൈബ്.